നീ നിൽക്കുന്ന സ്ഥലം, നിന്റെ വിളി അതെന്തു തന്നെയായിരുന്നാലും അത് വിശുദ്ധമാണ്. അവിടെ നീ വിശുദ്ധനായി ജീവിക്കുക. ഇതാണ് മോശയ്ക്ക് ദൈവം കൊടുത്ത മറുപടി. മോശ താൻ വിളിച്ച വിളിക്ക് വേണ്ടി സമർപ്പിതനായി തീർന്നപ്പോൾ ഇന്ധനമില്ലാതെ, ഭൂമിയിലെ ഇന്ധനമൊന്നും ഇല്ലാതെ കത്തുന്ന തീ മോശയിലേക്ക് പടർന്നു പിടിച്ചു. മോശ ഒരു നല്ല തീനാളമായി മാറി. ഇന്നും അനേകം തീയുണ്ട്. എല്ലാ അഗ്നിയൊന്നും ചിലപ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കും കത്തുന്നതാണെന്ന്, ഉണ്ടാവില്ല. നമുക്ക് കാണുമ്പം തോന്നും ഇത് തീയാണെന്ന്. അടുത്ത് ചെല്ലുമ്പോൾ ചൂടില്ല, അടുത്ത് ചെല്ലുമ്പോൾ വെളിച്ചം കിട്ടുന്നില്ല. ഈ വെളിച്ചം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. അങ്ങനത്തെയൊക്കെ ഒത്തിരി തീയും വെളിച്ചവും ഒക്കെ ഈ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പലതായി കടന്നു വരുന്നുണ്ട്. പല ആകർഷണ സാധനങ്ങളും നമുക്ക് ദൈവരാജ്യത്തിനപ്പുറത്ത് പലതും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ആത്മീയ മേഖലയിൽ കാണാൻ സാധിക്കും. എന്നാൽ സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥമായ തീ ഇറങ്ങി വന്ന് ആ തീയിൽ ഒരു വ്യക്തി കത്താൻ തുടങ്ങുമ്പോൾ ആ തീ മറ്റുള്ളവരെ തീ പിടിപ്പിക്കും. അവർ നഷ്ടപ്പെട്ട സ്ഥലത്ത് ഫലം കായ്ക്കും. അങ്ങനെ പരിശുദ്ധ ബസേലിയോസ് ബാവായുടെ, ശ്രേഷ്ഠ ബസേലിയോസ് ബാവായുടെ ജീവിതം കൊണ്ട് പുറപ്പെട്ട ഒരു ഫലമാണ് നമ്മുടെ ഫിനഹാസ് റമ്പാച്ചൻ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹം ഈ സ്ഥലത്ത് വന്ന് ഇവിടെ ജീവിതം സമർപ്പിച്ച് ഈ ബലിപീഠത്തിൽ നിന്ന് അദ്ദേഹം ഒരു ബലിയായി കത്തി തീർന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല എല്ലാ ജീവിതങ്ങൾക്കും നല്ല മാതൃകകൾ കാട്ടി അദ്ദേഹം കടന്നുപോയത് ബസേലിയോസ് ബാവായുടെ അടുക്കിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇത്രയും ധന്യമാക്കി തീർന്നത്.